ക്രിക്കറ്റിൽ വീണ്ടും ആ തർക്കം ഉടലെടുത്തിരിക്കുകയാണ്. മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിൻ ടെണ്ടുൽക്കറാണോ അതോ കിങ് കോഹ്ലിയാണോ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ടെസ്റ്റ് ബാറ്റർ? ഇതിപ്പോൾ പറയാൻ കാര്യം എന്താണെന്നല്ലേ? ഇടപെട്ടത് സാക്ഷാൽ മിസ്റ്റർ 360 AB ഡിവിലിയേഴ്സ്. പുള്ളി പറഞ്ഞത് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടും. ഡിവിലിയേഴ്സ് പറയുന്നു വിദേശത്ത് സച്ചിനേക്കാൾ മികച്ചയാൾ വിരാട് കോഹ്ലി തന്നെയെന്ന്. എന്നാൽ ഇതേ സമയം ഇംഗ്ലണ്ടിൽ ചിലത് സംഭവിക്കുന്നുണ്ട്. സച്ചിനെ വെല്ലുവിളിക്കുന്നത് ഇംഗ്ലണ്ട് നായകൻ ജോ റൂട്ടാണ്. ഡിവിലിയേഴ്സ് പറഞ്ഞത് ഇങ്ങനെയാണ്: സച്ചിൻ ടെണ്ടുൽക്കർ വിദേശ മണ്ണിൽ റൺസ് അടിച്ചു കൂട്ടുന്ന ട്രെൻഡ് ഇന്ത്യക്കായി തുടങ്ങി വെച്ച ആളാണ്. സബ് കോണ്ടിനെന്റ് ബാറ്റർമാർക്കും ബൗൺസി പിച്ചുകളിൽ തിളങ്ങാനാകുമെന്ന് അദ്ദേഹം തെളിയിച്ചു. പക്ഷേ ഒരു കാര്യത്തിൽ സച്ചിനേക്കാൾ ശക്തൻ വിരാട് കോഹ്ലി തന്നെയാണ്. കോഹ്ലി സച്ചിൻ തുടങ്ങി വെച്ചത് അതിനേക്കാൾ മികച്ച രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തു. കണക്കുകൾ നോക്കിയാൽ സച്ചിൻ ഏറെ മുന്നിലാണ്. വിദേശത്ത് 55 റൺസ് ശരാശരിയുള്ള സച്ചിനേക്കാൾ ഏറെ പിന്നിലാണ് 41 റൺസ് ശരാശരിയുള്ള കോഹ്ലി. എന്നിട്ടും എന്തുകൊണ്ടാകും ABD അങ്ങനെ പറഞ്ഞത്? കാരണം കോഹ്ലി ടീമിലുണ്ടാക്കിയ ആറ്റിറ്റ്യൂഡാണ്. വിദേശത്ത് പോയി ജയിച്ചു വരാമെന്ന ആത്മവിശ്വാസം കോഹ്ലി അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകി. KL രാഹുലും ദേവദത്ത് പടിക്കലുമെല്ലാം ഇന്ന് ആ വഴിയിലാണ് സഞ്ചരിക്കുന്നത്. ഇന്ത്യ ശ്രീലങ്കയെ തകർത്ത ഗാലെ ടെസ്റ്റിന് പിന്നാലെയാണ് ABDയുടെ ഈ നിരീക്ഷണമെല്ലാം. പടിക്കലിനെ പ്രശംസിച്ച ഡിവിലിയേഴ്സ് KL രാഹുലിനൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. രാഹുലിൻ്റെ വിദേശത്തെ ശരാശരി വെറും 34 ആണ്. നല്ല ടെക്നിക്കുള്ള രാഹുൽ ക്രീസിൽ നിലയുറപ്പിച്ചാൽ വെറും 100 പോരാ, 150 മുകളിലുള്ള വലിയ സ്കോറുകൾ നേടണമെന്നാണ് ഡിവിലിയേഴ്സ് പറയുന്നത്. പക്ഷേ സച്ചിനെ വാക്കുകൊണ്ട് പോലും ചോദ്യം ചെയ്താൽ പലരും നോക്കി നിന്നെന്ന് വരില്ല. സച്ചിനേക്കാൾ മികച്ചവൻ കോഹ്ലിയാണെന്ന് പറഞ്ഞ AB ഡിവിലിയേഴ്സിന് കിട്ടി ഒന്നാം തരം പണി. ഇന്ത്യൻ മുൻ പേസർ ദദ്ദ ഗണേഷ് ഡിവിലിയേഴ്സിനെ ട്രോളി എയറിൽ കയറ്റിയിരിക്കുകയാണ്. പാസ് ഓൺ ദ വീഡ് ബ്രദർ എന്നാണ് ദൊഡ ഈ വാർത്ത പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത്. RCB കാലത്തെ ഡിവിലിയേഴ്സും കോഹ്ലിയും തമ്മിലുള്ള സൗഹൃദമാണ് ABDയെ കൊണ്ടിങ്ങനെ പറയിപ്പിച്ചതെന്നാണ് ആരാധകർ പറയുന്നത്. കാരണം വിദേശ മണ്ണിലെ ടെസ്റ്റ് കണക്കുകളിൽ സച്ചിൻ വളരെ മുന്നിലാണ്. 106 വിദേശ ടെസ്റ്റുകളിൽ നിന്ന് സച്ചിൻ അടിച്ചു കൂട്ടിയിട്ടുള്ളത് 8705 റൺസാണ്. ശരാശരി 54.7. അതിന് 29 സെഞ്ചുറികളുണ്ട്. എന്നാൽ വിരാട് കോഹ്ലിക്ക് 68 ടെസ്റ്റുകളിൽ നിന്ന് 41.51 ശരാശരിയിൽ 4894 റൺസ് മാത്രമാണുള്ളത്. മാത്രമല്ല കരിയറിൻ്റെ അവസാന കാലത്തും സച്ചിൻ എന്ന 37-കാരൻ കാണിച്ച മാജിക് കോഹ്ലിക്ക് കാട്ടാനായില്ലെന്ന് സച്ചിൻ ഫാൻസ് പറയും. കരിയറിലെ അവസാന 4 വർഷങ്ങളിൽ 29 ടെസ്റ്റുകളിൽ നിന്ന് സച്ചിൻ 2951 റൺസും 8 സെഞ്ചുറികളും നേടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 2010 മാത്രം സച്ചിൻ അടിച്ചുകൂട്ടിയത് 1500-ലധികം റൺസും 7 സെഞ്ചുറികളുമാണ്. സൗത്ത് ആഫ്രിക്കയിൽ പോയി അവരുടെ പേസ് പടയ്ക്കെതിരെ ടെസ്റ്റിൽ 50-ാമത്തെയും 51-ാമത്തെയും സെഞ്ചുറിയാണ് സച്ചിൻ കുറിച്ചത്. എന്നാൽ 2020 മുതൽ 2025 വരെയുള്ള തൻ്റെ കരിയറിൻ്റെ അവസാന ഘട്ടത്തിൽ 36 ടെസ്റ്റുകളിൽ നിന്ന് കോഹ്ലിക്ക് നേടാനായത് 1912 റൺസ് മാത്രമാണ്. പക്ഷേ കോഹ്ലിയെയും കുറച്ച് കാണാനാകില്ല. ഓസ്ട്രേലിയയിൽ ഇന്ത്യക്ക് ആദ്യമായി ഒരു ടെസ്റ്റ് പരമ്പര നേടിത്തന്ന ക്യാപ്റ്റനാണ് വിരാട്. 2014-15 സീസണിൽ ഓസ്ട്രേലിയൻ ടൂറിൽ 4 സെഞ്ചുറികൾ, 2018 ഇംഗ്ലണ്ടിൽ 697 റൺസ്. ഒരു കലണ്ടർ വർഷത്തിൽ 4 ഡബിൾ സെഞ്ചുറി നേടിയ ഒരേ ഒരു ഇന്ത്യൻ താരം. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറ്റിയത് അദ്ദേഹമാണ്. ഇരുവരെയും താരതമ്യം ചെയ്യുന്നതിൽ യാതൊരു കാര്യവുമില്ല. രണ്ടുപേരും ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ അഭിമാനമാണ്. സച്ചിനെയും വിരാടിനെയും ഡിവിലിയേഴ്സ് താരതമ്യം ചെയ്യുന്നതിനിടയിൽ ഇംഗ്ലണ്ടിൽ സംഭവിക്കുന്നത് എന്താണെന്ന് കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. ടെസ്റ്റിൽ വീണ്ടും ഒരു റെക്കോർഡ് വേട്ടയുമായി തകർത്തടിക്കുകയാണ് ഇംഗ്ലണ്ടിൻ്റെ റൺ മെഷീൻ ജോ റൂട്ട്. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ചരിത്രത്തിൽ ആരും തകർക്കാത്തൊരു റെക്കോർഡിനാണ് റൂട്ട് വേറിട്ടിരിക്കുന്നത്. WTCയിൽ ക്യാപ്റ്റനായി 3000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് ഇനി ജോ റൂട്ടിനാണ് സ്വന്തം. ലീഡ്സിൽ പാകിസ്ഥാനെതിരായ 1-ാം ടെസ്റ്റിൻ്റെ 2-ാം ദിനത്തിലാണ് റൂട്ട് ആ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. മത്സരം തുടങ്ങുമ്പോൾ 42 റൺസ് അകലെയായിരുന്നു ആ റെക്കോർഡ്. കഴിഞ്ഞ ജൂണിൽ ബെൻ സ്റ്റോക്സ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതോടെയാണ് 35-കാരനായ ജോ റൂട്ട് വീണ്ടും ഇംഗ്ലണ്ടിൻ്റെ ടെസ്റ്റ് ക്യാപ്റ്റൻസിയിലേക്ക് തിരിച്ചെത്തുന്നത്. ക്യാപ്റ്റനായുള്ള റൂട്ടിൻ്റെ ഈ മടങ്ങിവരവ് എത്രത്തോളം ശരിയായിരുന്നുവെന്ന് തെളിയിക്കുന്നതാണ് ടെസ്റ്റ് ക്രിക്കറ്റിലെ അദ്ദേഹത്തിൻ്റെ ഈ അസാധ്യ കൺസിസ്റ്റൻസി. 34 മത്സരങ്ങളിലെ 63 ഇന്നിംഗ്സുകളിൽ നിന്നാണ് റൂട്ട് ക്യാപ്റ്റൻ എന്ന നിലയിൽ WTCയിൽ 3000 റൺസ് അടിച്ചു കൂട്ടിയത്. 50.13 എന്ന മികച്ച ആവറേജിൽ 8 സെഞ്ചുറികളും 13 അർദ്ധ സെഞ്ചുറികളും. 228 റൺസാണ് ക്യാപ്റ്റൻ റൂട്ടിൻ്റെ ഉയർന്ന സ്കോർ. WTCയിൽ ക്യാപ്റ്റന്മാരുടെ റൺവേട്ടയിൽ മറ്റെല്ലാ താരങ്ങളെക്കാളും ബഹുദൂരം മുന്നിലാണ് ഇപ്പോൾ ജോ റൂട്ട്. 40 മത്സരങ്ങളിൽ നിന്ന് 2182 റൺസുമായി മുൻ ഇംഗ്ലണ്ട് നായകൻ ബെൻ സ്റ്റോക്സ് രണ്ടാമതും 2160 റൺസുമായി ശ്രീലങ്കയുടെ ദിമുത് കരുണരത്നെ 3-ാം സ്ഥാനത്തുമാണ്. നമ്മുടെ വിഷയം സച്ചിനേക്കാൾ മികച്ച താരമുണ്ടോ എന്നതാണല്ലോ. ആ മത്സരത്തിലും ജോ റൂട്ട് കോഹ്ലിക്കൊപ്പമുണ്ട്.
ഹെഡിംഗ്ലി ടെസ്റ്റിൽ 66 റൺസ് അടിച്ചതോടെ ജോ റൂട്ട് സച്ചിൻ്റെ ഒരു റെക്കോർഡിനൊപ്പം എത്തിയിട്ടുണ്ടായിരുന്നു. 68ാം അർദ്ധ സെഞ്ചുറി ടെസ്റ്റിൽ സച്ചിൻ്റെ നേട്ടത്തിനൊപ്പം. സച്ചിൻ 200 മത്സരങ്ങളിൽ നിന്നാണ് 68 അർദ്ധ സെഞ്ചുറികൾ നേടിയതെങ്കിൽ ജോ റൂട്ട് 163 ടെസ്റ്റുകൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ. ടെസ്റ്റ് ക്രിക്കറ്റിൽ 4ാം ഇന്നിംഗ്സിൽ കൂടുതൽ റൺസ് നേടി താരമെന്ന സച്ചിൻ്റെ റെക്കോർഡും ജോ റൂട്ട് അടുത്തിടെ മറികടന്നിരുന്നു. ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ആകെ റൺവേട്ടയിൽ ഇപ്പോൾ ജോ റൂട്ട് 2ാം സ്ഥാനത്താണ്. മറികടന്നത് റിക്കി പോണ്ടിംഗ്, രാഹുൽ ദ്രാവിഡ് എന്നിവരെയൊക്കെ. മുന്നിലുള്ളത് സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ മാത്രമാണ്. 15,921 റൺസുമായി ഒന്നാമതുള്ള സച്ചിൻ്റെ റെക്കോർഡ് ഭീഷണിയിലുമാണ്. ജോ റൂട്ട് 14,100 റൺസ് പിന്നിട്ടു കഴിഞ്ഞു. രണ്ടുപേരും തമ്മിലുള്ള അകലം 2000 റൺസ് മാത്രമാണ്. സച്ചിൻ യുഗത്തിന് ശേഷം ക്രിക്കറ്റ് ലോകം ഫാബുലസ് ഫോർ എന്ന് വിളിച്ച വിരാട് കോഹ്ലി, കെയ്ൻ വില്യംസൺ, ജോ റൂട്ട്, സ്റ്റീവ് സ്മിത്ത് എന്നീ 4 പേർ. അതിൽ വില്യംസൺ ക്രിക്കറ്റ് കളി മതിയാക്കി. വിരാട് കോഹ്ലി തുടരുന്നത് ഏകദിനത്തിൽ മാത്രമാണ്. 37-കാരനായ സ്മിത്ത് 11,000 റൺസിന് അരികിലാണ്. 35-കാരനായ ജോ റൂട്ട് സച്ചിനെ റൺവേട്ടയിൽ മറികടക്കുമെന്ന് തന്നെയാണ് ക്രിക്കറ്റ് ലോകത്തിൻ്റെ വിലയിരുത്തൽ. അപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാനായി ക്രിക്കറ്റ് ലോകം ജോ റൂട്ടിനെ വാഴ്ത്തുമോ? കോഹ്ലിയും സച്ചിനുമെല്ലാം ആ പ്രഭാവത്തിൽ മുങ്ങുമോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി കുറിക്കാം.